ഇന്ന് കടയിൽ നിന്നൊരു കെട്ട് മല്ലിയില വാങ്ങിയായിരുന്നേ. മല്ലിയില ഇവന് കൊടുക്കാമെന്ന് വിചാരിച്ചു. മല്ലിയില ഇടയ്ക്കൊക്കെ തിന്നും, പക്ഷേ കൂടുതൽ കഴിക്കത്തില്ല. കുറച്ചൊക്കെ കഴിക്കും. എന്ന് വെച്ചാൽ കുറച്ച് ലീഫി വെജിറ്റബിൾസിൻ്റെ കൂടെ ഇടയ്ക്കൊക്കെ ഇത് കൊടുത്താൽ അവന്മാർ കഴിക്കും, കൂടുതൽ കൊടുത്താൽ കഴിക്കത്തില്ല. അപ്പോൾ ഇത് 10 രൂപയ്ക്ക് ഞാനിന്ന് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവന് മാത്രമല്ല, മുയലുണ്ട്. അപ്പം മുയലിനും ഇതുപോലെ തന്നെ ഒത്തിരിയും കൊടുക്കാൻ പറ്റത്തില്ല, എന്നാലും കുറച്ചൊക്കെ കൊടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് 2 പേർക്കും കൊടുക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ കുറച്ച് 10 രൂപയ്ക്ക് മേടിച്ച മല്ലിയിലയാണ്. പിന്നെ ഇതിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഈ ചെമ്പരത്തിപ്പൂവ് ഒരു ഓപ്ഷനായിട്ട് വെച്ചാൽ അവർ ചെമ്പരത്തി പൂവ് മാത്രമേ ആദ്യമേ എടുക്കത്തുള്ളൂ. വേറെ ഇഷ്ടമുള്ള ഫുഡുണ്ട്, ക്യാരറ്റൊക്കെ. പക്ഷേ എന്നാലും ഇത് രണ്ടും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഈ ചെമ്പരത്തിയിലയാണ് കൂടുതൽ ഇഷ്ടം. പിന്നെ മല്ലിയില ഞാൻ ബാക്കി വരുന്നതൊക്കെ ഒരു ഗ്ലാസ് എടുത്ത് വെള്ളം എടുത്തിട്ട് അതിനകത്ത് വേരിട്ട് വെച്ചിരിക്കുക. അപ്പോഴത്തേക്ക് ഉണങ്ങത്തില്ലല്ലോ. അപ്പോൾ പിറ്റേ ദിവസമൊക്കെ ഈ ഇടയ്ക്കൊക്കെ ഇത് കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിലൊക്കെ കൊടുക്കും. അപ്പോൾ എല്ലാ ദിവസവും ഈ പറഞ്ഞ പോലെ സെയിം ഫുഡൊക്കെ കഴിക്കുമ്പോൾ ഒരു വ്യത്യാസം വേണ്ടേ. അപ്പോൾ അതുകൊണ്ട് വേണ്ടി മല്ലിയില മേടിച്ചാണ്. ഇനി ഇടയ്ക്കൊക്കെ ക്യാരറ്റ്, ഞാൻ നേരത്തെ കാണിച്ച പോലെ പയർ അങ്ങനെയൊക്കെ കൊടുക്കും. പിന്നെ ഞാൻ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫ്ലവർ ഹോണിൻ്റെ അടുത്തോട്ട് പോയായിരുന്നേ. ഫ്ലവർ ഹോണ് എന്ന് വെച്ചാൽ ഇവന്മാർ കൈ ഇടാൻ പോലും സമ്മതിക്കത്തില്ല. ഇതിനകത്ത് കണ്ടില്ലേ, നേരത്തെ ഒരു പ്ലാന്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പ്ലാന്റിൻ്റെ ചെറിയ കഷ്ണങ്ങളൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞൊക്കെ വീണിട്ട് വേസ്റ്റായി കിടപ്പുണ്ട്. എന്ന് വെച്ചാൽ കാണാൻ ഒരു ഭംഗിയില്ലാതെ കിടപ്പുണ്ട്. അപ്പോൾ അതൊക്കെ എടുക്കാൻ വേണ്ടി കൈ ഇട്ടാലൊക്കെ അവന്മാർ കൊത്താനൊക്കെ വരും. നമ്മുടെ കൈയുടെ ഏതെങ്കിലും ഒരു ഭാഗം കണ്ടാൽ മതി, അവന്മാർ ഓടി വന്ന് കൊത്തും. എൻ്റെ കൈക്ക് ഇപ്പോൾ 2-3 കൊത്തൊക്കെ കിട്ടി. പിന്നെ ഈ ചെടി കിടന്നാൽ അതിനകത്ത് വെള്ളം വേസ്റ്റ് ആവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ ചെടിയെല്ലാം ഇങ്ങ് റിമൂവ് ചെയ്തു. ഇന്ന് ഞാൻ 2-3 ഗപ്പിയെ കൊടുത്തേ. എന്നിട്ട് ഇവന് ആക്രമണം കണ്ടില്ലേ, വയറൊക്കെ വീർത്തിരിപ്പുണ്ട്. ഞാൻ ഗപ്പിയെ കൊടുത്തത് ഹൈബ്രിഡ് ഗപ്പി ഒരെണ്ണം കൊടുത്തത്. പിന്നെ വേറെ ഒരു നോർമൽ ഗപ്പി, ഒരു മോളി. ഇതെല്ലാം ഇപ്പം തന്നെ ഒരു 5 മണിക്കൂറിൻ്റെ ഇടവേളയിൽ ഇവൻ കഴിച്ചതാണ്. എന്നിട്ടും ഭയങ്കര ആക്രാന്തം. പിന്നെ അടുത്ത ടാങ്കിലോട്ട് ചെന്നപ്പം ദാ കിടക്കുന്ന സക്കർ. ഇതൊരു ചെറിയവനാണ്. അപ്പോൾ ഇവനെ ഞാൻ ചെറുതിനെ മാത്രം എടുത്ത് ഇതിനകത്തിട്ടാണ്. കാരണം എന്താ വെച്ചാൽ ഈ പ്ലാന്റ് കണ്ടോ, ഈ പ്ലാന്റും അതുപോലെയാണ്. വലിയ മീൻ്റെ കൂടെ ഒക്കെ ഇട്ടാൽ അവന്മാരെല്ലാം കുത്തിപ്പറിച്ച് തിന്നും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് ഈ ടാങ്കിലിട്ടിട്ട് കൂടെ ഏഞ്ചലിനെയും ഗോൾഡ് ഫിഷിനെയൊക്കെയാണ് ഇട്ടത്. അപ്പോൾ ഏഞ്ചലൊക്കെ ആകുമ്പോൾ കൊത്തുന്നുണ്ടെങ്കിലും വലിയ ഡാമേജ് നമ്മുടെ പ്ലാന്റിന് വരത്തില്ല. പക്ഷേ ഈ ഗോൾഡ് ഫിഷും ഇടയ്ക്കൊക്കെ ഇത് ഡാമേജ് ആക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ എടുത്ത് മാറ്റും. പിന്നെ സക്കറും കുഴപ്പമില്ല, ചെറുതായതുകൊണ്ട്. പിന്നെ ഞാൻ ഇവൻ്റെ അടുത്ത് പറയുന്നപ്പോൾ ഇവൻ മല്ലിയിലയൊക്കെ നിർത്തി കേട്ടോ. കുറച്ച്, ഞാൻ പറഞ്ഞ പോലെ ഒരു ശകലം മാത്രമേ കഴിച്ചുള്ളൂ. പിന്നെ ഞാൻ ബാക്കിയിരുന്ന ചെമ്പരത്തിയിലയും ചെമ്പരത്തിയുടെ പൂവും കൂടെ കൊടുത്തു. അപ്പം ഇന്നത്തെ ആഹാരം ഇതിലൊതുക്കി.